ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് The.person CST മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസിൽ ബയോളജി, CST പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസിൽ ബയോളജി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു വീഡിയോ കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നമ്മൾ കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് ഗാലറിയിൽ ചെയ്ത് വെച്ചേക്കണ കാരണം കൊണ്ട് എന്താ പറയാ, ഒരു വീഡിയോന്റെ കാര്യം നമ്മൾ മറന്നുപോയി. അത് ഇപ്പോഴാണ് നമ്മൾ ഓർത്ത കാരണം കൊണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയില്ല. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും കഴിഞ്ഞ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് മുന്നേ വരെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒരു കാര്യം കൂടി എന്നോട് ക്ഷമിക്കണം ദയവായിട്ട്. നമ്മൾ സെക്ഷൻ ഇപ്പോഴും ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളിപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ടൈം ഇല്ലാത്തത് കൊണ്ടാണ്, ഇത്തിരി ബിസി ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. നമ്മളത് വളരെ വേഗത്തിൽ തന്നെ നമ്മളത് സെക്ഷനും നമ്മൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും, എത്രയും പെട്ടെന്ന് തന്നെ. പറക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിച്ചത് ഫിഗർ 1.5 റിപ്ലൈസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഫിഗർ ആണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഫിഗർ 1.5 സെൽ ഡയഗ്രാം, പ്ലാന്റ് സെല്ല് ആൻഡ് അനിമൽ സെൽ. അതിൽ നമുക്ക് ഫസ്റ്റ് ഫിഗർ നോക്കാം. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെയാണ് കേട്ടോ, ചിലപ്പോൾ വരില്ല. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സും ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാലും ചില വേർഡ്സുകൾ അത്യാവശ്യം ടഫായിട്ടും വരുന്നുണ്ട്. യൂട്യൂബ് ആയതുകൊണ്ടാണ് നമ്മളതൊക്കെ എടുത്തു പറയുന്നത്. ഫിഗർ 1.5 സെൽ ഡയഗ്രാം, പ്ലാന്റ് സെല്ല് ആൻഡ് അനിമൽ സെൽ. ന്യൂക്ലിയർ എൻവലപ്പ്, 2 മെംബ്രെയിൻസ്, ന്യൂക്ലിയർ ന്യൂക്ലിയസ്, heterochromatin, യൂക്രോമാറ്റിൻ. ക്രോമാറ്റിൻ്റെ ആ ഭാഗത്തായിട്ട് വരുന്നതാണ് വായിക്കുന്നത്. ഒരിക്കൽ കൂടി വായിക്കാണ്. ന്യൂക്ലിയസ്, ന്യൂക്ലിയർ എൻവലപ്പ്, 2 മെംബ്രെയിൻസ്, ബ്രാക്കറ്റിൽ ന്യൂക്ലിയർ ന്യൂക്ലിയസ്, പിന്നെ അടുത്തത് ക്രോമാറ്റിൻ, ഹെട്രോക്രോമാറ്റിൻ, യൂക്രോമാറ്റിൻ. അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സൈറ്റോപ്ലാസം, മൈക്രോട്യൂബുലസ്, മൈക്രോഫിലമെന്റ്സ്, പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാൾ, മിഡിൽ ലാമേല, ഫ്രീ റൈബോസോംസ്, റഫ് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ക്ലോറോപ്ലാസ്റ്റ് എൻവലപ്പ്, ഗ്രാനം, മൈറ്റോകോൺഡ്രിയോൺ, ഡിക്റ്റിയോസം, ബ്രാക്കറ്റിൽ ഗോൾജി അപ്പാരറ്റസ്, സെൽ സാപ്പ്, ടോണോപ്ലാസ്റ്റ്, വാക്വൽ. ഇനി അടുത്ത ഫിഗർ ആണ് പറയുന്നത്. Absorption at the base of microvilli, exocytosis of secondary product, secondary സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നത് ഈ ഫിഗർ. അബ്സോർപ്ഷൻ അറ്റ് ദ ബേസ് ഓഫ് മൈക്രോവിലി, exocytosis of
secretory product, secretory vesicle, Golgi vesicles, Golgi apparatus, microfilaments, rough endoplasmic reticulum, bound ribosomes, mitochondrion, plasma membrane, microvillus, pinocytic vesicle forming, pinocytic vesicle, smooth endoplasmic reticulum, microtubule, lysosome, ribosomes, two centrioles at right angles to each other, nuclear envelope, nucleopore nucleus, heterochromatic. ഒരിക്കൽ കൂടി വായിക്കണം. ന്യൂക്ലിയസ്, ന്യൂക്ലിയർ എൻവലപ്പ്, ക്രൊമാറ്റിൻ, ന്യൂക്ലിയോപോർ ന്യൂക്ലിയസ്, ഹെറ്ററോക്രോമാറ്റിൻ, യൂക്രോമാറ്റിൻ, സൈറ്റോപ്ലാസം. നമുക്ക് പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. ഫിഗർ 1.5 സെൽ ഡയഗ്രാം, പ്ലാന്റ് സെൽ ആൻഡ് അനിമൽ സെൽ. പിന്നെ ഈ ഫിഗറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഒപ്പം തന്നെ ഒരു എന്താ പറയാ ലൈൻ പോലെ ഇട്ടുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു പോകണം. എനിക്ക് ഒരുപാട് തവണ നമുക്ക് വിശദീകരിക്കാൻ ടൈമില്ല. ഇത് ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ പോരെന്ന് എനിക്കറിയാം. കുറേയും കൂടിയൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ കുറെ പ്രാവശ്യം നമുക്ക് പറയാമായിരുന്നു, ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചിട്ട്. പക്ഷെ നടക്കില്ല. അതുകൊണ്ടൊക്കെ ദയവേത് ക്ഷമിക്കുക. കാരണം ഇതൊക്കെ അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയെന്ന് പറയാം. PST എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും ശരിയാവില്ല. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പ്രാധാന്യം എടുത്ത് പറയുന്നത്. നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ 6 പ്രാവശ്യമൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ആഗ്രഹം ഉണ്ടെങ്കിലും അത് ആഗ്രഹം ഉപേക്ഷിക്കേണ്ട തന്നെ അവസ്ഥയാണ്. കാരണം 6 ടൈമൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും എന്താ പറയാ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ വലിയൊരു ബുക്ക് തന്നെയെന്ന് പറയാം, The.person CCT മാനുവൽ. അതുകൊണ്ട് തന്നെ അത് എന്താ പറയാ വേണ്ടെന്ന് വെക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും നമുക്ക് ടൈം ഒരുപാട് കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൂടുതലാക്കി പറയാൻ ശ്രമിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം, ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് അനിമൽ സെൽസ്. The rigid cellulose made cell wall that surroundings the plasma membrane in plant cells is absent their animal counterparts. Then plant cells possess a special organelle called chloroplast, which helps them in photosynthesis. The plant cells also have a large sap-filled vacuole, while the animal cells have a smaller one. Another difference is that the plant cells lack centrioles, concerned with the organization of mitotic spindle or flagella and cilia, bracketly discussed above. അടുത്തത് നമുക്ക് പറയാനുള്ളത് സെൽ ഫങ്ഷൻസ്. The cells must be able to carry out a slew of functions to stay alive. While some cells should be able to move, the property to divide is inevitable for others. The cells must necessarily maintain the right concentration of chemicals in their cytoplasm, ingest food and use it to generate energy, recycle molecules, expel waste and construct proteins. The cell should also be able to respond to changes in their environment. Following are the functions that a cell needs to perform. Are the movement. The unicellular organisms need to move in search of food. For this they possess flagellum, long tail-like structures made of protein. In higher animals,
Sperm cells use flagellum to swim towards the female egg for fertilization. Movement in eukaryotes is accomplished by cilia. Short hair-like proteins built by centrioles. അടുത്തത് ഒരു ബോക്സിലാക്കി കൊടുത്തേക്കുന്നതാണ് other functions of cilia. In stationary cells, cilia are used for other purposes as well. Example, in the respiratory system of humans, ciliated cells prevent inhaled dust, smoke and microorganisms from entering the lungs. They sweep them upon a current of mucus into the throat, from where it is swallowed. അടുത്തത് amoeboid motion. Eukaryotic cells extrude their cytoplasm to form temporary pseudopodia or false feet, which are actually placed in front of the cell. Then they drag the trailing end of their cytoplasm up to the pseudopodia and thrust themselves ahead. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ന്യൂട്രീഷൻ. All cells require nutrients for energy production, and they display varied means to ingest them. For instance, simple nutrients dissolved in pond water can be carried through plasma membrane of pond-dwelling organisms via a series of molecular pumps. In humans, the cavity of the small intestine absorbs the nutrients from the digested food, and the cells that form the walls of the intestine use similar pumps to pull amino acids and other nutrients from the cavity into the bloodstream. Certain unicellular organisms such as amoebas are also capable of reaching out and grabbing food by way of a distinctive process called endocytosis. അടുത്ത producing proteins. Proteins are the main constituents of a cell. Certain proteins called enzymes speed up the chemical reactions of life, help in food digestion, energy production, and building of other proteins. Enzymes are also vital for construction of major molecules used by cells, carbohydrates, lipids, proteins, and nucleic acids, or for breakdown of such molecules after they have worn out. Other proteins are parts of a cell structure, the plasma membrane and ribosomes. In animals, proteins also function as hormones and antibodies, and they function like delivery trucks to transport other molecules around the body. Example, hemoglobin is a protein that transports oxygen in RBCs. In humans, one gene holds the information for protein insulin (the hormone that imports glucose from blood stream) while at least two genes hold the information for collagen that imparts a strength to skin, tendons and ligaments. പ്രൊഡ്യൂസിങ് പ്രോട്ടീൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പറയാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന്റെ ബാലൻസ് ഭാഗമാണ് റിപ്റ്റൈൽസിന്റെ. അത് കഴിഞ്ഞിട്ട് താഴെ വരുന്നതാണ് നമ്മൾ പറയുന്നത് ഹെർബ്സ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഈ വീഡിയോയിൽ. അടുത്ത ഇനി പറയാൻ പോകുന്ന ഹെർബ്സ്. ബേർഡ്സ് ക്ലാസ് ഹെർബ്സ് ആർ വാം ബ്ലഡഡ് എഗ് ലേയിങ് vertebrate animals covered with feathers
and processing forelimbs modified as wings. Among the vertebrates, they are the most strongly adapted for flying, although not all birds fly and not all flying vertebrates are birds. Bats are mammals, and the extinct dinosaurs were reptiles. All modern birds are descended from flying ancestors, but a few families such as ostriches, emus, and rees, and some species of otherwise flying families. Example: some grebes and cormorants have lost the capacity for aerial flight. Other birds, such as penguins, have become adapted to flying in much denser medium water. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മമ്മൽസ് പറയാം. Mammals are the dominant life forms on Earth today. Mammals are the dominant life forms on Earth today and have been for many millions of years. Even though the number of living species is small when compared to the 750,000 species of insects over of the world, the character of the landscapes has been transformed by the activities of humans and the other mammals that they have introduced into new environments. The class Mammalia includes about 90 living orders of mammals and an equivalent number of extinct ones. The individual species are widely distributed from the edges of the Arctic ice cap in the north down through temperate desert and tropical areas to the edge of the Antarctic continent in the south. They also occupy oceans and major river systems of the world. മമ്മൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല, എന്നാലും ഈ ഒരു സെന്റൻസ് ബാറ്റ്സ് ആർ മമ്മൽസ് ആൻഡ് ദ എക്സ്റ്റിങ്ക്റ്റ് ആ ഒരു വേർഡ് കണ്ടില്ല, ഒരു പ്രത്യേകതരം വേർഡ്സ് ആണ്. അപ്പൊ അങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയണമെന്നുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ദയവായി. പിന്നെ മമ്മൽസ് നമ്മൾ പറഞ്ഞ് ഇനി അടുത്ത ടോപ്പിക്കാണ് വരുന്നത്, അത് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസിങ് എനർജി. അതിന് വേണ്ടി ടൈപ്സ് ഓഫ് മമ്മൽസ് ഉണ്ട്. ഈ സൈഡിൽ പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പിന്നീട് പറയാം. തൽക്കാലം നമുക്ക് പ്രൊഡ്യൂസിങ് എനർജി നോക്കാം. പ്രൊഡ്യൂസിങ് എനർജി, be it building, breaking down of molecules or transportation of substances across the plasma. പ്രൊഡ്യൂസിങ് എനർജി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി, അപ്പോൾ ദയവേത് എന്നോട് ക്ഷമിക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറേ ടോപ്പിക്സ് കൊണ്ട് എടുക്കായിരുന്നു. മുന്നേ ചെയ്ത വീഡിയോൻ്റെ അതേ അവസ്ഥ തന്നെ വരെയാണ്. ലാസ്റ്റ് ഭാഗത്ത് ക്യാമറയുടെ ക്ലാരിറ്റി പോയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാവുന്ന ടോപ്പിക്സ് പറയാം. പ്രൊഡ്യൂസിങ് എനർജി, പ്രൈമറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ, ടൈപ്സ് ഓഫ് മമ്മൽസ്, മോണോട്രീൻസ്, മാർസുപിയൽസ്, യൂത്തേരിയൻസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് ദയവായി ക്ഷമിക്കുക. ഇവാലുവേഷൻ ഓഫ് ഹോമോ സാപ്പിയൻസ്, പ്രോട്ടീൻ സിന്തസിസ്, ഫോട്ടോസിന്തസിസ്, ഹൗ ഹ്യൂമൻ സെൽ പ്രൊഡ്യൂസസ് എനർജി. ഇത്രയൊക്കെയാണ് വരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. സ്പെഷ്യലി സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യും.
സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്റ്റ് കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ദയവേത് എന്നോട് ഒരിക്കൽ കൂടി ക്ഷമിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ള ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതും നിങ്ങൾ ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. നമ്മളെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസിൽ ബയോളജി. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയിൽ എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.